ആര്യനാട് ഗ്രാമപഞ്ചായത്ത് അംഗം ആസിഡ് കുടിച്ച് ജീവനൊടുക്കി. ആര്യനാട് ഗ്രാമപഞ്ചായത്തിലെ കോട്ടയ്ക്കകം വാർഡ് മെമ്പറായ ആര്യനാട് കോട്ടയ്ക്കകം പെഴുക്കട്ടയ്ക്കൽ ശ്രീജ എസ് ആണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. കോൺഗ്രസ് വാർഡ് അംഗമാണ്. റബ്ബർ ഷീറ്റിനെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ആസിഡാണ് കുടിച്ചത്. മകളാണ് ആസിഡ് കുടിച്ച നിലയിൽ ശ്രീജയെ കാണുന്നത്. അതേസമയം ശ്രീജ ജീവനൊടുക്കിയതിന് പിന്നാലെ CPM-നെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത്. ശ്രീജ ആത്മഹത്യ ചെയ്തത് CPM-ന്റെ മാനസിക പീഡനത്തെ തുടർന്നാണെന്നാണ് ഉയരുന്ന ആരോപണം. ശ്രീജ സാമ്പത്തിക തട്ടിപ്പുകാരിയാണെന്ന തരത്തിൽ CPM ദിവസങ്ങളായി തുടരുന്ന പ്രചരണത്തിൽ മനംനൊന്താണ് ആത്മഹത്യയെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ശ്രീജ വീണ്ടും മത്സരിച്ചാൽ കോട്ടയ്ക്കകം വാർഡ് UDF-ന് തന്നെ ലഭിക്കുമെന്ന ആശങ്കയിലായിരുന്നു LDF. കഴിഞ്ഞ ദിവസവും ശ്രീജയ്ക്കെതിരെ CPM പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചിരുന്നു. വർഷങ്ങളായി CPM-ലെ കുത്തക സീറ്റായിരുന്നു കോട്ടയ്ക്കകം വാർഡ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായ കോട്ടയ്ക്കകം പെഴുങ്കട്ടക്കൽ വീട്ടിൽ ശ്രീജ മികച്ച ഭൂരിപക്ഷത്തോടെ നേടുകയായിരുന്നു. മികച്ച സാമൂഹ്യ പ്രവർത്തകയായിരുന്ന ശ്രീജ മണ്ഡലത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങളുമായി സജീവമായിരുന്നു. സ്വകാര്യ ജീവിതത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനാൽ ചിട്ടി, മൈക്രോ ഫിനാൻസ് തുടങ്ങിയവയിൽ പങ്കാളിയായിരുന്നു. ഇത്തരം സാമ്പത്തിക ഇടപാടുകൾ ചൂണ്ടിക്കാട്ടിയാണ് CPM ശ്രീജയെ തട്ടിപ്പുകാരിയെ ചിത്രീകരിച്ചത്. മണ്ഡലത്തിലുടനീളം ഇത്തരത്തിൽ പ്രചരണം നടത്തുകയും പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. CPM-ന്റെ ഈ ആക്രമണത്തിൽ മാനസികമായി തളർന്ന നിലയിലായിരുന്നു ശ്രീജ. കഴിഞ്ഞ ദിവസവും CPM കോട്ടയ്ക്കകത്ത് ശ്രീജയ്ക്കെതിരെ യോഗം സംഘടിപ്പിച്ചിരുന്നു. തുടർന്നാണ് രാവിലെ ശ്രീജയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. മഹിളാ കോൺഗ്രസ് ഭാരവാഹിയായിരുന്ന ശ്രീജ വരുന്ന തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. UDF സീറ്റ് ലഭിച്ചില്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്നും ശ്രീജ കോൺഗ്രസ് പ്രവർത്തകരോട് പറഞ്ഞിരുന്നു. കോട്ടയ്ക്കകം മണ്ഡലത്തിൽ ശ്രീജയുടെ വിജയം ഉറപ്പായതിനാൽ CPM ആശങ്കയിലായിരുന്നു. വർഷങ്ങളായി CPM-ന്റെ പക്കലിരുന്ന സീറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം ശ്രീജ പിടിച്ചെടുത്തത്. അതേസമയം 3 മാസത്തിന് മുൻപ് ഗുളികകൾ കഴിച്ച് ശ്രീജ ജീവനൊടുക്കാൻ ശ്രമിച്ചിരുന്നു. മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട നാട്ടുകാർക്ക് പണം കൊടുക്കാനുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു. മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് 80 ലക്ഷത്തോളം രൂപയാണ് ഇവർ പലർക്കും കൊടുക്കാനുള്ളതെന്നാണ് ആരോപണം. CPM-ന്റെ പ്രതിഷേധം കനത്തതോടെ സഹിക്കാൻ വയ്യാതെയാണ് ശ്രീജ ജീവനൊടുക്കിയതെന്നാണ് കോൺഗ്രസും നാട്ടുകാരും ആരോപിക്കുന്നത്.